ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിൽ വാഹനങ്ങളുടെ വില 4% വരെ വർദ്ധിപ്പിക്കാൻ മാരുതി സുസുക്കി ഇന്ത്യ. വർദ്ധിച്ചുവരുന്ന ഉൽപ്പാദന ചെലവുകൾ സൃഷ്ടിക്കുന്ന നഷ്ടം കുറയ്ക്കുന്നതിനുള്ള നടപടിയാണിതെന്ന് കമ്പനി അറിയിച്ചു. ഘടകവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനവാണ് തീരുമാനത്തിന് പിന്നിൽ. ഏപ്രിൽ മുതൽ വിലയിൽ മാറ്റമുണ്ടാകുമെന്നും മാരുതി സുസുക്കി ഇന്ത്യ റെഗുലേറ്ററി ഫയലിംഗിൽ അറിയിച്ചു. വിവിധ മോഡലുകളെ അടിസ്ഥാനമാക്കി വില വർധനയിൽ വ്യത്യാസമുണ്ടാകും. ചെലവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ച ഉപഭോക്താക്കളിന്മേലുള്ള ആഘാതം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. എങ്കിലും പുതിയ സാഹചര്യത്തിൽ വർദ്ധിച്ച ചെലവിന്റെ ഒരു ഭാഗം വിപണിയിലേക്ക് കൈമാറേണ്ടി വന്നിരിക്കുകയാണെന്നും കമ്പനി അറിയിച്ചു. എൻട്രി ലെവൽ ആൾട്ടോ K10 മുതൽ മൾട്ടിപ്പിൾ പർപ്പസ് വെഹിക്കിൾ ഇൻവിക്ടോ വരെയുള്ള മോഡലുകൾ ആഭ്യന്തര വിപണിയിൽ മാരുതി സുസുക്കി വിൽക്കുന്നുണ്ട്. ഫെബ്രുവരി 1 മുതൽ വിവിധ മോഡലുകൾക്ക് 32,500 രൂപ വരെ വില വർദ്ധിപ്പിക്കുമെന്ന ജനുവരിയിൽ കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രൂ നയൻ സംഘത്തിന്റെ മടക്കയാത്രയുടെ സമയം പുനഃക്രമീകരിച്ച അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ. സുനിത വില്യംസും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറും അമേരിക്കൻ സമയം നാളെ വൈകിട്ട് 6 ഭൂമിയിൽ തിരികെ എത്തുമെന്ന് നാസ അറിയിച്ചു. കാലാവസ്ഥ അനുകൂലമായതിനാലാണ് മടക്കയാത്ര നേരത്തെയാക്കിയത്. ഇരുവരെയും തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അമേരിക്കൻ പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രി 7:03 4 ബഹിരാകാശ യാത്രികരെയും വഹിച്ച് റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചുയർന്നത്. ഇന്ത്യൻ സമയം മാർച്ച് 18 രാവിലെ 8:15 4 യാത്രികരും കയറിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ വാതിലുകൾ അടയും. തുടർന്ന് 10:35 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടും. തുടർന്ന് 17 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം 19 പുലർച്ചെ 3:27 ഭൂമിയിൽ പേടകം പ്രവേശിക്കുക. ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ഇറക്കുന്നത്. സുനിത വില്യംസിനെയും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറിനെയും കൊണ്ട് ജൂൺ 5 ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചത്. ജൂൺ പകുതിയോടെ തിരികെ എത്താനായിരുന്നു പദ്ധതി. എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാറുകൾ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാകുകയായിരുന്നു. ജൂൺ 14 മടങ്ങേണ്ട പേടകത്തിന്റെ യാത്ര പിന്നീട് പലതവണ മാറ്റിവെച്ചു. സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് രാജ്യത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ വെയർ ഹൌസുകളിൽ BIS റെയ്ഡ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ഇവിടെ നിന്നും സാധനങ്ങൾ പിടിച്ചെടുത്തു. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെതിരെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നടപടി ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള ഇ-കൊമേഴ്സ് കമ്പനികളുടെ വെയർ ഹൌസുകളിൽ റെയ്ഡ് നടത്തി. ലഖ്നൌ, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. ഇവിടെ നിന്നും നിരവധി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ലക്നൌവിലെ ആമസോൺ വെയർഹൌസിൽ നടത്തിയ റെയ്ഡിൽ BIS സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 215 കളിപ്പാട്ടങ്ങളും 24 ഹാൻഡ് ബ്ലെൻഡറുകളും പിടിച്ചെടുത്തു. ഗുരുഗ്രാമിലെ ഫ്ലിപ്കാർട്ട് വെയർഹൌസിൽ നിന്ന് 534 സ്റ്റെയിൻലെസ് സ്റ്റീൽ കുപ്പികൾ, 134 കളിപ്പാട്ടങ്ങൾ, 41 സ്പീക്കറുകൾ എന്നിവയും പിടിച്ചെടുത്തു. ഡൽഹിയിലെ ടെക്വിഷൻ ഇന്റർനാഷണലിന്റെ 2 കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനയിൽ 7000 ഇലക്ട്രിക് വാട്ടർ ഹീറ്ററുകൾ, 4000 ഇലക്ട്രിക് ഫുഡ് മിക്സറുകൾ, 95 ഇലക്ട്രിക് റൂം ഹീറ്ററുകൾ, 40 ഗ്യാസ് സ്റ്റൗവുകൾ എന്നിവ കണ്ടെത്തി. ഉൽപ്പന്നങ്ങളിൽ ഡിജിസ്മാർട്ട്, ആക്ടിവ, ഇനെൽസ, സെല്ലോ, സ്വിഫ്റ്റ്, ബട്ടർഫ്ലൈ തുടങ്ങിയ ബ്രാൻഡുകൾ ഉൾപ്പെടുന്നതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 1.75 ലക്ഷം കോടി രൂപ കവിഞ്ഞതായി റിപ്പോർട്ട്. 2024-25 സാമ്പത്തിക വർഷത്തിലെ കയറ്റുമതി ലക്ഷ്യം ഒരു മാസം ശേഷിക്കെ മറികടന്നു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 11 മാസങ്ങളിൽ കയറ്റുമതി 20 ബില്യണിൽ എത്തുമെന്നായിരുന്നു ഇലക്ട്രോണിക്സ് മന്ത്രാലയം കണക്കാക്കിയിരുന്നത്. എന്നാൽ ഒരു മാസം ശേഷിക്കെ കയറ്റുമതി മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ മറികടന്നു. ഇന്ത്യ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 11 മാസങ്ങളിലെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയേക്കാൾ 54% കൂടുതലാണ് ഇത്തവണത്തേത്. മൊത്തം കയറ്റുമതിയുടെ 70% ഐഫോൺ ആണെന്നും ഇതിന്റെ മൂല്യം 1.25 ട്രില്യൺ രൂപയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ സ്മാർട്ട് ഫോൺ കയറ്റുമതി പ്രതിമാസം $2 ബില്യൺ കടന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. മൊത്തം കയറ്റുമതി ഒറ്റപാദത്തിൽ $6.8 ബില്യൺ ആവുകയും ചെയ്തു. 4ാം പാദത്തിലെ ആദ്യ 2 മാസത്തിൽ കയറ്റുമതിയിൽ $5.6 ബില്യൺ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതോടെ കയറ്റുമതി 21 ബില്യണായി ഉയർന്നുവെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കയറ്റുമതിയുടെ 70% ആപ്പിൾ വിതരണക്കാരായ ഫോക്സ്കോൺ, ടാറ്റ ഇലക്ട്രോണിക്സ്, പെഗാട്രോൺ എന്നിവരുടേതായിരുന്നു. മറ്റുള്ളവ സാംസങ്ങിന്റേതും ഇതര ഇന്ത്യൻ ബ്രാൻഡുകളുടേതുമായിരുന്നു. US-ലേക്കും യൂറോപ്പിലേക്കുമാണ് സ്മാർട്ട് ഫോൺ കൂടുതലായി കയറ്റി അയച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
IT കരാറുകാരെ വെട്ടിക്കുറയ്ക്കാൻ സിറ്റി ഗ്രൂപ്പ്. ഡാറ്റ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും റിസ്ക് മാനേജ്മെന്റ് രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് തീരുമാനമെന്ന് കമ്പനി അറിയിച്ചു. 30% IT കരാറുകാരെയാണ് കമ്പനി ഒഴിവാക്കുക. ഇതോടൊപ്പം കൂടുതൽ മുഴുവൻ സമയ ജീവനക്കാരെ നിയമിക്കാനും പദ്ധതിയുണ്ട്. നിലവിൽ സിറ്റി ഗ്രൂപ്പിന്റെ IT ജീവനക്കാരിൽ 50% കരാർ തൊഴിലാളികളാണ്. ഇത് 20% ഈ വർഷം അവസാനത്തോടെ IT ജീവനക്കാരുടെ എണ്ണം 50,000 ആക്കുകയാണ് ലക്ഷ്യം. ഇതുവഴി കൂടുതൽ സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ തൊഴിൽ ശക്തി കെട്ടിപ്പടുക്കുവാൻ കഴിയുമെന്ന് കമ്പനി വിലയിരുത്തുന്നു. ഇതോടൊപ്പം സിറ്റി ഗ്രൂപ്പ് തങ്ങളുടെ IT പ്രവർത്തനങ്ങൾ ന്യൂജേഴ്സിയിലെ റുദർഫോർഡിൽ നിന്ന് ജേഴ്സി സിറ്റിയിലെ പുതിയ സ്ഥലത്തേക്ക് മാറ്റും. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വരുമാനം ഉയർത്തുന്നതിനും പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായാണ് മാറ്റം. ഡാറ്റ ഗവേണൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് 2024 ബാങ്കിന് മേൽ ചുമത്തിയ റെഗുലേറ്ററി പിഴകളുടെയും $136 മില്യൺ പിഴയുടെയും അടിസ്ഥാനത്തിലാണ് കരാറുകാരെ വെട്ടിക്കുറയ്ക്കാൻ കമ്പനി തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിക്കാനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട ചൊവ്വാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ചേരും. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള എല്ലാ നീക്കവും നടത്തണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഉന്നതതല ചർച്ചകൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിളിച്ച യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെയും നിയമനിർമ്മാണ വകുപ്പിലെയും സെക്രട്ടറിമാർ പങ്കെടുക്കും. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ലെജിസ്ലേറ്റീവ് സെക്രട്ടറി രാജീവ് മണി, UIDAI CEO ഭുവനേഷ് കുമാർ എന്നിവരും മാർച്ച് 18 ചേരുന്ന ചർച്ചയുടെ ഭാഗമാകും. പല സംസ്ഥാനങ്ങളിലും വോട്ടർ നമ്പറിൽ ക്രമക്കേട് സംഭവിച്ചതായും ഇരട്ട വോട്ടർ ID നമ്പർ ആരോപണവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IPL തുടങ്ങാനിരിക്കെ ക്രിക്കറ്റ് ആരാധകർക്കായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച റിലയൻസ് ജിയോ. 90 ദിവസത്തെ സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗും 50 ദിവസത്തെ ജിയോ ഫൈബർ ട്രയലും ഉൾപ്പെടുന്നതാണ് ഓഫർ. ഈ മാസം 31-നുള്ളിൽ 299 രൂപയോ അതിൽ കൂടുതലോ ഉള്ള പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്ന ജിയോ സിം ഉപഭോക്താക്കൾക്കാണ് പുതിയ ഓഫർ. 4Kയിൽ സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗും ജിയോ ഫൈബർ അല്ലെങ്കിൽ എയർ ഫൈബറിന്റെ 50 ദിവസത്തെ ട്രയലുമാണ് ഓഫർ. മൊബൈൽ ഗാർഹിക ഉപയോക്താക്കൾക്കാണിത്. ഇതോടൊപ്പം 90 ദിവസം ജിയോ ഹോട്ട്സ്റ്റാർ സൗജന്യമാണ്. ഇതുവഴി ക്രിക്കറ്റ് മത്സരങ്ങൾ 4Kയിൽ സൗജന്യമായി ആസ്വദിക്കാൻ കഴിയും. IPL മത്സരം തുടങ്ങുന്ന മാർച്ച് 22 മുതൽ 90 ദിവസം സൗജന്യമായി ഉപയോഗിക്കാം. ഇതിനു പുറമെ 800-ലധികം TV ചാനലുകൾ, 11-ലേറെ OTT ആപ്പുകൾ, പരിധിയില്ലാത്ത വൈഫൈ എന്നിവയും ജിയോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.